ഹായ് ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് 250 ml കപ്പാണ്. ഞാൻ അര കിലോയുടെ കേക്കാണ് ചെയ്യുന്നത്. അതിനാവശ്യത്തിനുള്ള കൊക്കോ പൗഡർ ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതൊരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കാവേ. ഈ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുവാണ്. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഈ എടുത്ത് വെച്ചിരിക്കുന്ന കൊക്കോ പൗഡർ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാവേ. ഞാനത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് മാറ്റി വെക്കാമേ. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാവേ. അത് ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ഒന്ന് അടിച്ചെടുക്കാവേ. അത് ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് ഒന്ന് അടിച്ചെടുക്കാവേ. അത് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇതിനകത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇതെല്ലാം ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. ഇത് ഞാൻ ഓവനിലാണ് വയ്ക്കുന്നത്. ഈ കേക്കിൻ്റെ ട്രേയിൽ ഞാൻ ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കേക്കിൻ്റെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കണേ. ഒത്തിരി ലൂസായി പോകരുത്. ഇനി ഈ ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കാം. ഇനി കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചു കൊടുക്കുവാണ്. അതിൽ ഞാൻ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാമേ. ഇനി തണുക്കാൻ വേണ്ടി ഇനി ഈ കേക്കിനുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കാമേ. ഇത് ഞാൻ ഈ കപ്പിന് 3/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാമേ. ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. ലോയിൽ നിന്ന് ഹൈയിലേക്ക് വേണം ബീറ്റ് ചെയ്യാൻ.
വരാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കണം. ആ വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ടേൺ ടേബിളിലേക്ക് ഈ ബോർഡ് വെച്ച് കൊടുക്കാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ക്രീം പുരട്ടി കൊടുക്കുകയാണ്. കേക്കൊന്ന് ഇവിടെ ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എടുത്ത് വെച്ചിരുന്ന ഈ ഷുഗർ സിറപ്പ് അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം പുരട്ടി കൊടുക്കുകയാണ്. ഇനി കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ഇത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിലേക്ക്. അടുത്ത ലെയർ കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം പുരട്ടി കൊടുക്കുകയാണ്. ബാക്കി വന്ന വിപ്പിംഗ് ക്രീം ഞാൻ ഈ പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഡിസൈൻ വരയ്ക്കാം.
ഇതിൻ്റെ മുകളിലൊക്കെ ഞാൻ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഫ്രീസറിലേക്ക് ഒരു 1 hour ഒന്ന് വെക്കുകയാണ്. ഫ്രിഡ്ജ് വെച്ചാലും മതി, ഫ്രിഡ്ജിൽ ഒരു 5 hour വെച്ചാൽ മതി. ഞാനിപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് ഒന്ന് വെക്കുകയാണ്. കേക്ക് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാനിത് ഒരു പീസ് കട്ട് ചെയ്യാമേ. ഞാനിത് പെട്ടെന്ന് സെറ്റ് ആവാൻ വേണ്ടിയാണ് ഫ്രീസറിൽ വെച്ചത്. ഇനി ഇത് ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയേ. എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.